ചപ്പാത്തിയും ഗ്രീൻ പീസും കളയുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള ഫുഡായിരുന്നു നമുക്കിന്ന് കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, കടയിൽ പോയി കുറച്ച് മുട്ട മേടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. വെറുതെ ഉണ്ടാക്കുമ്പോൾ എന്തോ പോലെ. സോ ഞങ്ങൾ എല്ലാവരും പാട്ട് കേട്ട് നല്ല ഫോമിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് 7 പേർക്കുള്ള ചപ്പാത്തി ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും ചപ്പാത്തി വേസ്റ്റ് ആക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയയാണ് കൊത്തു ചപ്പാത്തി. അങ്ങനെ കുനുകുനാന്ന് ഉള്ളിയും മുളകും ചപ്പാത്തിയൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ച് ഞങ്ങൾ കാര്യപരിപാടി അങ്ങ് തുടങ്ങി. ഉള്ളി വഴറ്റാൻ നേരമായിരുന്നു കറിവേപ്പില പറിച്ചില്ല എന്ന് ഓർത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം കറിവേപ്പില പറിക്കാൻ പോയി. അങ്ങനെ കറിവേപ്പില 2-3 എണ്ണമൊക്കെ പറിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കൊത്തു ചപ്പാത്തീൻ്റെ ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് ആയി. ഇനി ചപ്പാത്തി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പാത്രം വലുതുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങൾക്ക് പറ്റണ പോലെ ടേസ്റ്റി ആയിട്ട് തന്നെ ഞങ്ങൾ കുക്ക് ചെയ്തു. ഇതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഇനി പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട, നമുക്ക് തന്നെ സ്വന്തം കുക്ക് ചെയ്യാമെന്ന്. അല്ലെങ്കിലും ഫ്രണ്ട്സുമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല വൈബാണ്, ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.